ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളാകുന്ന ഒരു സാഹചര്യം ഏറ്റുമുട്ടലിന്റെ വക്ക് വരെയെത്തിയത്. പക്ഷെ പെട്ടെന്ന് എല്ലാം മാറി മറിയുന്നു. ഒരു മഞ്ഞുരുക്കലിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദില്ലിയിൽ എത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇതുവരെ ഷെയ്ഖ് ഹസീനയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്ത്യയുടെ 5 പതിറ്റാണ്ട് കാലത്തെ നയതന്ത്ര ബന്ധം. അതിനപ്പുറത്തേക്ക് ഒരു ബദൽ ബംഗ്ലാദേശിൽ വളർത്തിയെടുക്കാൻ ഇന്ത്യ ശ്രമിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം മോദി നേരിട്ട് നടത്തുകയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം ഖാലിദ സിയയ്ക്ക് അനുകൂലമായി നീങ്ങാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി രോഗാതുരയായി ആശുപത്രിയിൽ കിടക്കുന്ന ഖാലിദ സിയയ്ക്ക് ഇപ്പോൾ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു നരേന്ദ്രമോദി. ഈ സന്ദേശത്തിന് വലിയ സ്വീകാര്യതയാണ് ബംഗ്ലാദേശിലുടനീളം ലഭിക്കുന്നത്. ഈ ഖാലിദ സിയ പറയുന്നത് ഇത് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇതാണ് നല്ല മനസ്സിന് ഉടമകൾ ചെയ്യുന്നതെന്ന്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരിയിലാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് ഏവരും കരുതുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഖാലിദ സിയയുടെ BNP എന്ന് പറയുന്ന, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി. തൊട്ടു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ BNPക്ക് പിന്നിൽ അണിനിരക്കാനും പുതിയൊരു ബന്ധം തുടക്കമിടാനാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസമാണ്. ഷെയ്ഖ് ഹസീനെ കൈവിട്ടു തുടങ്ങുന്നു ഇന്ത്യ എന്ന് അവിടുത്തെ ചില മാധ്യമങ്ങൾ പറയുന്നു. ഏതായാലും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ഈ അടുത്ത് നടന്ന സർവേയിലെല്ലാം BNPക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 പതിറ്റാണ്ടിലേറെയായി മുറിഞ്ഞിരുന്ന ബന്ധം കൂട്ടിച്ചേർക്കാൻ മോദി തന്നെ കളത്തിലിറങ്ങി. 5 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 50 വർഷമായി ഖാലിദ സിയയുമായോ അവരുടെ പാർട്ടിയുമായോ യാതൊരു ബന്ധവും ഇന്ത്യ സർക്കാരുകൾ പുലർത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് പുതിയൊരു നീക്കവുമായി ഒരു സന്ദേശവുമായി നരേന്ദ്രമോദി എത്തുമ്പോൾ അതിർത്തിയിൽ വീണ്ടും മഞ്ഞുരുകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവർ ഒറ്റയ്ക്ക് മത്സരിക്കാനെടുത്ത തീരുമാനവും ഇന്ത്യൻ നിലപാടിന് അനുകൂലമാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി കൈകോർത്ത് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുകൂടി അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.